നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് NDA. തുടർച്ചയായ മൂന്നാം വട്ടം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് NDA. വാശിയേറിയ പോരാട്ടത്തിൽ 293 സീറ്റുകളാണ് NDA സഖ്യം സ്വന്തമാക്കിയത്. BJP 240 സീറ്റുകളും TDP 16 സീറ്റുകളും JDU 12 സീറ്റുകളും LJPRV 5ഉം ഹിന്ദുസ്ഥാനി അവാം മോർച്ച 1 സീറ്റും സ്വന്തമാക്കി. മൂന്നാം തവണയും NDAയിൽ വിശ്വാസം അർപ്പിച്ചതിന് ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു. ജനങ്ങൾ NDAയിൽ വിശ്വാസമർപ്പിച്ചതിന്റെ തെളിവാണ് ഈ വിജയം. ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ജനങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിഞ്ഞ 10 വർഷമായി നടത്തിവന്ന നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഉറപ്പു നൽകുമെന്നും മോദി പറഞ്ഞു. കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അവർ നടത്തിയ പ്രവർത്തനത്തിന് നന്ദി പറയാൻ വാക്കുകളില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് വെറുതെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി മണ്ഡലത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതേസമയം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ വൻ കുറവാണ് മോദിക്കുണ്ടായത് എന്നും വിമർശകർ പറയുന്നുണ്ട്. ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനായിട്ട് ഇന്ത്യ സഖ്യവും കരുക്കൾ നീക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നതിൽ ഉറപ്പില്ല എന്നും യോഗം ചേർന്നതിനു ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് ശരത് പവാർ പറഞ്ഞിട്ടുള്ളത്. തങ്ങൾ പൂർണ്ണമായും NDAക്കൊപ്പമാണെന്നാണ് ജനസേന പാർട്ടി തലവൻ പവൻ കല്യാൺ പറഞ്ഞത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിൽ മത്സരിച്ച ജനസേന പാർട്ടി വൻ വിജയമാണ് സ്വന്തമാക്കിയത് എന്നത് എടുത്തു പറയണം. നരേന്ദ്രമോദിയുടെ ശക്തിയായിട്ട് തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. തങ്ങൾ പൂർണ്ണമായും NDAയോട് പ്രതിജ്ഞാബദ്ധരാണ്. രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല. ഈ കൂട്ടുകെട്ടിൽ നിന്ന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചു. വലിയ സാധ്യതകളുണ്ട്. സഖ്യത്തിന് വേണ്ടി തങ്ങൾ ഏറെ പരിശ്രമിച്ചു എന്ന തരത്തിലാണ് പവൻ കല്യാൺ പറയുന്നത്. NDAയുടെ വിജയത്തിൽ നിരവധി പേരാണ് പ്രശംസയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ലോക നേതാക്കളൊക്കെ തന്നെ മോദിക്ക് ആശംസ അറിയിച്ചും രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾ മോദിയെ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA മുന്നണിയുടെ വിജയമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. NDA സർക്കാരിന് വിജയം സമ്മാനിച്ച എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം എക്സിലൂടെ നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ തള്ളിക്കളഞ്ഞ് BJPക്ക് വലിയ വിജയം സമ്മാനിച്ച ഒഡീഷയിലെ ജനങ്ങളെ പ്രത്യേകം അദ്ദേഹം എടുത്തു പറഞ്ഞു. അവർക്ക് പ്രത്യേകം നന്ദി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒഡീഷയിലെ പൈതൃകവും സാംസ്കാരിക മൂല്യവും ഒക്കെ നിലനിർത്താൻ BJP നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്നും സംസ്ഥാനത്തെ കൂടുതൽ വികസനത്തിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147 സീറ്റുകളിൽ 78 സീറ്റുകളും BJP നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തുന്ന NDA സഖ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ളവർ രംഗത്ത് വരുന്നത് വെറുതെയല്ല. തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ മൂന്നാം വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ-ഇറ്റലി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഇനിയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നുവെന്നും മെലോണി എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ. വരും വർഷങ്ങളിലും പ്രധാനമന്ത്രിയുടെ മികച്ച പ്രവർത്തനങ്ങൾ തുടരാൻ സാധിക്കട്ടെ. ഈ വിഷയം ഇന്ത്യ-ഇറ്റലി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഊർജിതമായ ജനസേവനം കാഴ്ചവെക്കുമെന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ആശംസ പ്രവാഹമാണ്. എല്ലാ കോണുകളിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നവർ ഏറെയാണ്. കൃത്യമായ പ്ലാനുകളോടെ കൃത്യമായ അജണ്ടകൾ മുന്നിൽ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അത്രയും. എന്തായാലും ഇനിയും ഇന്ത്യയെ കൂടുതൽ വികസനത്തിലേക്ക് എത്തിക്കുവാൻ, ഇന്ത്യയെ പുരോഗതിയുടെ നെറുകയിൽ എത്തിക്കുവാൻ അക്ഷീണ പരിശ്രമം തുടരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വീകാര്യത, ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇനിയും തുടരും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ ലോക നെറുകയിൽ എത്തിക്കുക, ശാസ്ത്ര, സാങ്കേതിക, വാണിജ്യ, വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യ ഒന്നാമതെത്തുക, മികച്ച പ്രതിരോധം തീർക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും ഇനി നരേന്ദ്രമോദിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ.